ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ? ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ലുലുമോളിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം ലുലുവിലേക്ക് പോകുന്നതല്ല കേട്ടോ. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വഴി സൈഡിൽ കണ്ട ഒരു ചായക്കടയിൽ കയറി കേട്ടോ. അത്യാവശ്യം നല്ല ആളുകളെല്ലാം വരുന്നുണ്ടായിരുന്നു. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ചായക്കടയാണ് നാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചു. നല്ല ചായയായിരുന്നു. ഞാൻ ചായ കുടിക്കാറില്ല, പൊതുവേ ഞാൻ ചായ കുടിക്കാറില്ല. പ്രവീൺ ചായ കുടിച്ചു. നല്ല ചായയായിരുന്നു. ഞാൻ ഒരു പോളിയും ഒരു ബോണ്ടയാണ് കഴിച്ചത്. നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇൻഫോ പാർക്ക് വഴിയാണ് പോകുന്നത്. ഇൻഫോ പാർക്ക് വഴി നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. അത്യാവശ്യം ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു, അറിയാലോ, സ്വാഭാവികമായിട്ടും എറണാകുളത്തൊരു ബ്ലോക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് എല്ലാം കിടന്ന് കിട്ടി. നമ്മൾ അങ്ങനെ ലുലുവിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ലുലുവിന്റെ പാർക്കിങ്ങിൽ ഒരു യെല്ലോ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കാറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുമല്ലോ. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുക്കണമെന്ന് വിചാരിച്ചാട്ടോ നമ്മൾ പോകുന്നത്. കാരണം അതുപോലെ ചെളിയും പൊടിയും നമ്മുടെ കാറിലുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ അവർ നല്ല രീതിയിൽ ചെയ്തു തന്നു കേട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ഉള്ളൊന്നും ക്ലീൻ ചെയ്യില്ല, പുറത്ത്. അപ്പോൾ 250 രൂപയാണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് കയറി. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ ഫോട്ടോ ബൂത്ത് ലുലുവിലെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചുമ്മാ ഒന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് പിന്നെ വരാൻ പറഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോയിട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ വന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, ഒരു ചെറിയൊരു മന്ത്ലി ഷോപ്പിംഗ് പോലെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ എന്ന് വന്നാലും ബാക്കി എല്ലാ സ്ഥലത്തോടെയും കറങ്ങിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഹൈപ്പർ മാർക്കറ്റിൽ കയറാറ്. സ്വാഭാവികമായിട്ട് ഇത്തവണ നമ്മൾ എല്ലാത്തോടെയും പോയി. അത്യാവശ്യം ഓഫറുകളും എല്ലാം ഉള്ള ഷോപ്പുകളെല്ലാം കയറി ഇറങ്ങി കണ്ട് സൈഡിലൊക്കെ പോയി. അവിടെ അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കയറി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്നത്. ഇപ്പോൾ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് 11 മണി വരെയാട്ടോ ഉള്ളത്. പക്ഷെ ബാക്കി ഷോപ്പുകളെല്ലാം അതിന് മുമ്പേ അടച്ചു തുടങ്ങും. എന്ത് ചെയ്യാനാണ്, നമ്മളൊരു 10 കഴിയുമ്പോഴാണ് കയറാറ്. സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. ഇതിന് മുമ്പ് പോകുമ്പോഴും നമ്മളൊരു 10 ആകുമ്പോഴാണ് ചെന്ന് കയറുന്നത്. പിന്നെ ഞങ്ങളൊരു ഓട്ടാണ്, ഓടിപ്പടിച്ച് കുറേ സാധനങ്ങളെല്ലാം വേണ്ടതും വേണ്ടാത്തതൊക്കെ കുറേ വാരി എടുത്തിട്ട് നമ്മൾ അവസാനം ബില്ല് പേ ചെയ്യാൻ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരുമാതിരി അവസ്ഥയായി പോകുന്നത്. നല്ല ക്യൂ ആയിരിക്കും. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്യൂ എല്ലാം ഒന്ന് നോക്കും. എത്തി നോക്കിയിട്ട് ഇതിൽ എവിടെയാണോ ക്യൂ കുറവുള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ കുറച്ച് സാധനങ്ങളുമായിട്ട് ആളുകൾ ബില്ല് ചെയ്യാൻ നിൽക്കുന്നത് നോക്കിയിട്ട് അവിടെ പോയിട്ടോ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഒരു നിന്ന് സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.